ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീണ്ടും ചെന്നിത്തലയുടെ വീട്ടിലെത്തി. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ചെന്നിത്തല. തനിക്കൊപ്പം നിൽക്കുന്ന അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിമാരാക്കണമെന്നാണ് ആവശ്യം. ഇതിനിടെ KC വേണുഗോപാലും ചെന്നിത്തലയെ കാണാൻ എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിയുക്ത മുഖ്യമന്ത്രി സതീശൻ ഇത് രണ്ടാം തവണയാണ് ചെന്നിത്തലയെ കാണാൻ 2 ദിവസത്തിനുള്ളിൽ എത്തുന്നത്. ഇന്നലെ ചെന്നിത്തലയുടെ വസതിയിലെത്തിയിരുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും സതീശൻ ചെന്നിത്തലയെ കാണാനായി എത്തുകയാണ്. അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല, IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ചെന്നിത്തലയ്ക്ക് ഒപ്പം അവിടെ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബെന്നി ബെഹനാനും ചെന്നിത്തലയ്ക്കൊപ്പം വീട്ടിലുണ്ട്. ചെന്നിത്തലയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ കേൾക്കുക, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കേണ്ടത്. BV അരുണും കിരൺ ബാബുവും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അല്പസമയം മുമ്പാണ് ചെന്നിത്തലയെ കാണാനായി എത്തിയത്. ലീഗ് നേതാക്കളെ കണ്ടതിന് ശേഷമാണ് സതീശൻ രണ്ടാം തവണ ഇവിടെ എത്തി ചെന്നിത്തലയെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിർണായകമായ അതിപ്രധാനമായ നീക്കങ്ങൾ ചെന്നിത്തലയുടെ വീട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിണക്കത്തിലാണ്, സംശയമില്ല. മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ലാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സന്ദർശനം എന്ന് മനസ്സിലാക്കണം. ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതിനുശേഷം KC വേണുഗോപാൽ എത്തും, ചെന്നിത്തലയെ കാണും. ഹൈക്കമാൻഡ് പ്രതിനിധികൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏതായാലും നിർണായകമായ കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയാണ്. അതിനുശേഷം ഇരുവരും മാധ്യമങ്ങളെ കാണും. മഞ്ഞുരുകലിൻ്റെ സൂചനകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. BV അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇതിന്റെ ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് അല്പസമയം മുമ്പ് നടന്നത്. V.D. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയെ തുടർച്ചയായ രണ്ടാം ദിവസവും വീട്ടിലെത്തി കണ്ടു. അദ്ദേഹം കടുത്ത നിലപാടിൽ തുടരുകയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ആദ്യം മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാട് അദ്ദേഹം എടുത്തു. ഒടുവിൽ ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മന്ത്രിസഭയിലേക്ക് വരാമെന്നൊരു അയഞ്ഞ നിലപാട് രമേശ് ചെന്നിത്തല സ്വീകരിച്ചു. പക്ഷേ അതും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണെന്ന് വീണ്ടും V.D. സതീശൻ രമേശ് ചെന്നിത്തലയെ കാണാൻ വസതിയിലെത്തിയത്. ഇന്ന് രാവിലെ മുതിർന്ന നേതാക്കൾ V.D. സതീശനും KPC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കൾ കന്റോൺമെന്റ് ഹൗസിൽ യോഗം ചേർന്നിരുന്നു. ഒരുപക്ഷെ ആ യോഗത്തിന്റെ ധാരണപ്രകാരം കൂടിയായിരിക്കണം V.D. സതീശൻ വീണ്ടും ചെന്നിത്തലയെ കാണുന്നത്. ചെന്നിത്തലയ്ക്ക് മറ്റു ചില ഡിമാൻഡുകൾ കൂടിയുണ്ട്. തൻ്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനം മാത്രമല്ല, നേരത്തെ ആഭ്യന്തര വകുപ്പ് ചോദിച്ചപ്പോൾ ധനവകുപ്പ് നൽകാമെന്നൊരു ധാരണയാണ് V.D. ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അത് രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് തൃപ്തനാകില്ല. ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നാണ് ആവശ്യം. അതിന് പുറമെ ജോസഫ് വാഴക്കനെ KPC അധ്യക്ഷനാക്കണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് മുന്നിൽ വച്ചിരുന്നു. 2 പേരെ, തൻ്റെ ഏറ്റവും അടുത്ത 2 അനുയായികളെ, അത് അൻവർ സാദത്തിനെ, തുടർച്ചയായി അദ്ദേഹം 4 തവണ ജയിച്ചു വന്നയാളാണ് ആലുവയിൽ നിന്ന്, അൻവർ സാദത്തിനെയും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറ്റ് സമവാക്യങ്ങൾ പരിഗണിച്ചാകും ഇവരുടെ മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാകുക. ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ആഭ്യന്തര വകുപ്പ് തന്നെ ലഭിക്കണം. മറ്റ് രണ്ടും ഈ 2 പേരെ, തൻ്റെ 2 അനുയായികളെ കൂടി മന്ത്രിമാരാക്കണം, മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിരിക്കുന്നത്. എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വയനാട് നിന്ന് KPCയുടെ മുൻ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയ T. സിദ്ദിഖ് മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരാണ്. KC വേണുഗോപാൽ പക്ഷത്ത് നിന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി അവർ മുന്നോട്ട് വയ്ക്കുന്ന പേരാണ് T. സിദ്ദിഖ്. വയനാട് അങ്ങനെയെങ്കിൽ 2 പേർ മന്ത്രി, IC ബാലകൃഷ്ണൻ വന്നാൽ 2 പേർ മന്ത്രിയാകേണ്ടി വരും. അതുകൊണ്ട് അതിലാരാണ് എന്ന ചോദ്യമാണ് ഇനി ബാക്കിയായി ആ കാര്യത്തിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ സിദ്ദിഖിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആകണം ഇത്തരം IC ബാലകൃഷ്ണന്റെ പേര് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. അൻവർ സാദത്ത് വന്നാലും അതും ഭീഷണിയാവുക T. സിദ്ദിഖിനാണ്. കാരണം മുസ്ലിം പ്രാതിനിധ്യം ഇനിയും കൂട്ടാൻ കഴിയില്ല. ഷാനിമോൾ ഉസ്മാൻ V.D. സതീശൻ ഏറ്റവും അടുത്ത ആളായി അറിയപ്പെടുന്ന MLA ആണ്. അരൂർ MLA കൂടിയായ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിൽ വന്നാൽ പിന്നീട് സിദ്ദിഖും അതുപോലെ തന്നെ അൻവർ സാദത്തും, 3 പേര് ഏത് സാദത്ത് നടക്കില്ല. ഒരാളാണ് കോൺഗ്രസിൻ്റെ ആദ്യ കണക്കൂട്ട് പ്രകാരം ഉള്ളത്. പക്ഷേ ഒന്നുകൂടി ആയാൽ പോലും ഈ അൻവർ സാദത്തോ സിദ്ദിഖോ എന്ന പേരിൽ ഒരാൾ മാറേണ്ടി വരും. ഏതായാലും അങ്ങനെ പല ആശയക്കുഴപ്പങ്ങളുമുണ്ട്, പല സങ്കീർണതകളുമുണ്ട്. ആ ചർച്ചകൾക്ക് ഏതായാലും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും V.D. സതീശൻ ക്യാമ്പും കോൺഗ്രസ് നേതൃത്വവും ഉള്ളത്. KC വേണുഗോപാലും ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സൂചനകളൊന്നും ലഭിക്കുന്നില്ല. KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലാണുള്ളത്. കന്റോൺമെന്റ് ഹൗസിലോ KPC അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം KPC ആസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഒരു റൗണ്ട് ഘടകകക്ഷികളുമായി
ചർച്ച കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരും. അതിലാണ് നിർണായകമായ തീരുമാനം ഉണ്ടാവുക. നേരം വി ഡി സതീശൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു, സമ്പൂർണ്ണ മന്ത്രിസഭ തന്നെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക കൈമാറുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇനിയുള്ള വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കണം, അദ്ദേഹത്തിന്റെ നോമിനികളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം. കെ സി വേണുഗോപാൽ പക്ഷം അരഡസനിലേറെ മന്ത്രിമാരെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്, അനുയായികളെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ തീരുമാനമെടുക്കണം. വി ഡി സതീശൻ സ്വാഭാവികമായും തനിക്കൊപ്പം നിൽക്കുന്ന കെ മുരളീധരൻ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. ഷാനിമോൾ ഉസ്മാന്റെ പേര് വളരെ സജീവമായി പരിഗണനയിലുണ്ട്. എം വിൻസെന്റിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ വി ഡി സതീശൻ ആഗ്രഹിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ സി വേണുഗോപാൽ പക്ഷത്ത് നിന്ന് മന്ത്രിയാകേണ്ട പ്രധാനിയാണ്. അങ്ങനെ പല പേരുകൾ വളരെ ചുരുക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനം, അവിടേക്കാണ് ഇത്രയധികം നേതാക്കളുടെ പേരും. തീർച്ചയായും ഒരുപാട് പേരുകൾ ലിസ്റ്റിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പല പേരുകളും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത പേരുകളാണ്. പക്ഷെ അവിടെയും പരിഗണിക്കേണ്ടതായ പേരുകളുണ്ട്. അവിടെയൊക്കെ ആശയക്കുഴപ്പങ്ങളുണ്ട്.